ടൊയോട്ട കൊറോള അൾട്ടിസ് 2011. അപ്പോൾ വണ്ടിയുടെ സർവീസ് റീസെറ്റ് കണ്ട ഈ ഒരു സ്പാനറിൻ്റെ ലൈറ്റിൻ്റെ ചിഹ്നം കത്തിയേക്കൊണ്ട ആ ലൈറ്റ് ചിഹ്നം കത്തിയേക്കും. അപ്പോൾ നമുക്ക് സർവീസ് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്വിച്ച്, ഈ ട്രിപ്പ് സ്വിച്ച് വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ കിലോമീറ്ററാണ് കാണിക്കുന്നത്. 1,55,085 കിലോമീറ്ററാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ട്രിപ്പ് ഈ സ്വിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്വിച്ച് വെച്ചിട്ട് ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ട്രിപ്പിൽ വെച്ചതിന് ശേഷം ഇഗ്നീഷൻ കീ ഓഫ് ചെയ്യുക. ഇഗ്നീഷൻ കീ ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ആ സമയത്ത് ഇഗ്നീഷൻ കീ ഓൺ ചെയ്യുക. അപ്പോൾ അതാ ആ ഒരു ഡോട്ട് മാർക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഡോട്ട് മാർക്ക് ഫുള്ളായി കഴിഞ്ഞാൽ ഇവിടെ 0 എന്ന് കാണിക്കും. അപ്പോൾ വീണ്ടും ട്രിപ്പ് എന്നുള്ളത് കാണിക്കൊണ്ട ആ സമയത്ത് സർവീസ് ലൈറ്റ് റീസെറ്റായി. ഓക്കെ, ഇത് ഓയിൽ ചേഞ്ചൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓൾറെഡി നിങ്ങൾക്ക് ലൈറ്റ് കത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടികൾക്ക് ഇതുപോലെ ലൈറ്റ് കത്തിയിട്ടുണ്ട്, അത് ഓയിൽ ചേഞ്ച് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഓരോ സർവീസിൻ്റെ പീരീഡ് ആകുന്ന സമയത്താണ് ഇത് വരിക, ഈ ലൈറ്റ് കത്തുക. ഈ സ്പാനറിന് ചിഹ്നം ഇവിടെ കുറച്ച് മുമ്പ് കാണിച്ച ലൈറ്റ് വരുള്ളൂ. ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇഗ്നിഷൻ കീ ഫുൾ ഓഫ് ചെയ്തതിന് ശേഷം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ആ ലൈറ്റ് ജസ്റ്റ് ഓണായി അപ്പം തന്നെ പോയി. റീസെറ്റ് ആയിട്ടില്ലെങ്കിൽ ഈ ഒരു ലൈറ്റ് അവിടെ തന്നെ കത്തി നിൽക്കും, ആ ഒരു സ്പാനറിൻ്റെ ചിഹ്നം, ഈ ഒരു സെൻറ്റർ ലൈറ്റ്. ഓക്കെ, ഇപ്പോൾ സർവീസ് റീസെറ്റ് ആയിട്ടുണ്ട്.